എന്തെടുക്കുവാ? ആൾ ബാത്റൂമിൽ പോകുമ്പോ കാവ്യ ഇങ്ങനെ വാട്സപ്പിൽ നോക്കും ഓൺലൈനിലുണ്ടോന്ന്. ഇടയ്ക്ക് നോക്കും. കാരണം കേറിയിട്ട് 1 മണിക്കൂറായിട്ട് ഇറങ്ങത്തില്ലല്ലോ നമ്മള്. സമാധാനം പാവാണ്. ഭയങ്കര റിയലാന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര ഉള്ളിലൊന്നും വെക്കാത്തൊരു. ഉള്ളിലൊന്നുമില്ല, അന്നേരം കാണിക്കുക. ഞാൻ വിളിക്കുമ്പോ കട്ടാക്കി വിടും. അടുത്ത വിളിക്ക് ഞാൻ ബ്ലോക്കാ. നമ്മൾ എവിടെ നല്ല വെടി വെച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്. ഈ ക്യാമറ നോക്കി നല്ല ചിരിച്ചേ. നല്ല കൊള്ളാം. വണ്ടിയൊക്കെ ഭയങ്കര ഇതായിരുന്നല്ലോ. കാവ്യ അവിടോട്ട് നിൽക്ക്. എനിക്കൊന്നും വേണ്ട, ഇനി എന്റെ ഫോട്ടോ എടുക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും എന്റെ ഫോൺ ചാരി വെച്ച് ഞാൻ പോയി ഫോട്ടോ എടുത്തോളാം. ഇയാളുടെ പാട്ട് ചെയ്യുന്നു. എനിക്കറിയാൻ വേണ്ട, ഞാൻ വല്ല വാഴയിലോ തെങ്ങിലോ ചാരിക്കോളാം. ഒരു നേരിട്ടുണ്ടെന്ന് ചോദിച്ചു, മോള് വാട്സപ്പിലൊന്നും കയറത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല ചേട്ടാ, എനിക്ക് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് വലിയ താല്പര്യമില്ല. കാരണം ആ ടൈം എനിക്ക് വേറെ ഉണ്ടായിരുന്നു. ഇതേതാ പുതിയൊരു പെണ്ണ്? മസ്താനി. ഇവളാ മറ്റവളല്ലേ? എന്റെ ദൈവമേ, അവള് തീപ്പൊരി ഇട്ടേക്കുന്ന ചേട്ടയുടെ ഫോട്ടോയ്ക്ക്. ഇവക്കൊക്കെ എന്തോത്തിന്റെ സൂക്കേടാ, കാണാൻ കുളവും ഇല്ല. അവളുടെ ജാടയും മേലും കൊണ്ട ഈ മര്യാദയ്ക്ക് ബ്ലോക്ക് ആക്കിക്കോ, ഇല്ല ഞാൻ ഇപ്പൊ അവളെ ചീത്ത വിളിക്കും. എന്നെ അറിയാലോ. ശരി. ലൈനാന്നാ തോന്നുന്നേ കേട്ടോ. അതെ, ഉറങ്ങാതെ. എന്തുവാ ചേട്ടാ ഈ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പം? കൊടുന്നു, ഞോണ്ടുന്നു, മാന്തുന്നു, പിച്ചുന്നു, എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ആക്കുന്നു. അതൊക്കെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ. കേട്ടോ ചേട്ടാ? എന്തുവാ ചേട്ടാ? എറണാകുളത്ത് വന്നപ്പോ എനിക്ക് തേക്കാനാന്ന് തോന്നുന്നു. എനിക്കൊന്ന് അന്ന് എറണാകുളത്ത് ആരെങ്കിലും സെറ്റ് ആയിക്കണം. മോളെ എനിക്ക് സമയമില്ല മെസ്സേജ് ഒന്നും അയക്കാൻ, നമുക്ക് ഫ്രണ്ട് ആയിട്ടിരിക്കുന്നത്. ഇന്ന് പോയി വീട്ടിൽ പറയട്ടെ? നാളെ കേട്ടാ? 18 വയസ്സായി. കഷ്ടമുണ്ട് ചേട്ടാ. ചേട്ടാ കെട്ടുപോകും. തേച്ചാ വീടിന്റെ എസ്റ്റിമേറ്റ് തുകയുടെ പകുതി തുക മാത്രം ഇപ്പോൾ നിർമ്മാണ സമയത്ത് നൽകുക. ബാക്കി പകുതി 50 മാസത്തവണകളായി അടച്ചു തീർത്താൽ മതി. അതും പലിശയൊന്നും ഇല്ലാതെ. ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കപ്പിൾസ് ആണ്. നമുക്ക് വെൽക്കം ചെയ്യാം കാവ്യ ആൻഡ് അനന്തു. ഹേ ഗൈസ്. ഹായ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ എത്ര ഫേമസ് ആണെന്ന് പറഞ്ഞാലും, എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും, എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് പറഞ്ഞാലും, എല്ലാ ഇന്റർവ്യൂയുടെ താഴെ വരും ഇതൊക്കെ ആരാ. അപ്പൊ അങ്ങനെ നിങ്ങൾ ചോദിക്കണ്ട. ഞാൻ എന്തായാലും ഇവരുടെ വൈറലായ ഒരു വീഡിയോ കാണിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി അങ്ങനെ ഒരു ഡൗട്ടുള്ള ആൾക്കാർക്ക് അത് വേണ്ട. ഇതേ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ റാൻഡംലി കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ഞാൻ എല്ലാവരും കൂടി ഇരുന്നിട്ടാ കണ്ടേ. പക്ഷെ ഞങ്ങൾ ശരിക്കും ചിരിച്ചത് ഭയങ്കര റിലേറ്റബിൾ ആണ്. ഇപ്പം ഇതിന് താഴെ കുറെ കമന്റ്സ് വന്നിട്ടുണ്ട് കപ്പിൾസിന്റെ ഒക്കെ. അയ്യോ ഇത് എന്റെ ഭാര്യയാണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട്. സ്ഥിരം പരിപാടിയാ. ഇത് റിയൽ ലൈഫിൽ നടത്തിയ അല്ലല്ല, ഇത് ഞാൻ പറഞ്ഞു റിയൽ ലൈഫിലാണ് ഇതിൽ കൂടി തന്നെ വിളിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാം, മയത്തിലെ സംസാരിക്കാം, മയത്തിലെ എന്നെ തെറി പറയാവേന്ന്. അപ്പൊ എന്നെ പറഞ്ഞാ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു സ്റ്റാർട്ടാണേ. അപ്പൊ ഞാൻ ചോദിക്കും റിയൽ ലൈഫിൽ ഇങ്ങനെയല്ല, കേറിയ 1 മണിക്കൂർ കൂടുതൽ എടുക്കും. പിന്നെ ഒരനക്കും ഇല്ല, കേറി കഴിഞ്ഞാൽ ഒരനക്കും ഇല്ല, ഒരു സൗണ്ട് പോലും ഇല്ല, ഫുള്ള് നിശബ്ദതയാ. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി കഥവിന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. എന്ത് ചെയ്യാ, അത് ഉണ്ടോ ആരോടെങ്കിലും ഫോൺ ചെയ്യാമോ? ഒരു ദിവസം വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്യുന്നേ. അല്ല
അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ആൾ ബാത്റൂമിൽ പോകുമ്പോ കാവ്യ ഇങ്ങനെ വാട്സപ്പിൽ നോക്കും ഓൺലൈനിലുണ്ടോന്ന്? ഇടയ്ക്ക് നോക്കും. കാരണം കേറിയിട്ട് 1 മണിക്കൂറായിട്ട് ഇറങ്ങത്തില്ലല്ലോ നമ്മള്. മിഷൻ തീർത്തിട്ട് ഇറങ്ങണ്ടായോ? ഞങ്ങളൊക്കെ 10 മിനിറ്റ് ഇറങ്ങും. അവിടെ സുഖിക്കാൻ പോകുന്നതല്ല. 1 മണിക്കൂർ 1.5 മണിക്കൂർ അതാ ടൈം. നമുക്ക് കേറണേ നമ്മള് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കണം, പറയണം. ഈ ഇങ്ങനെ വന്ന് ഇപ്പൊ പറയുന്ന സമയത്ത് എന്തായിരിക്കും അപ്പൊ മനസ്സിലുണ്ടാ വരുന്നതും? ബാത്റൂമിൽ സമാധാനമില്ല, അവിടെ എനിക്ക് സമാധാനം ഇല്ല എന്നൊക്കെ. പാവട്ടോ. ഞാൻ നിങ്ങളെ വന്ന സമയത്ത് കണ്ടപ്പോ പറഞ്ഞ പോലെ തന്നെ ഇവരെ കണ്ട ഹസ്ബൻഡ് ആൻഡ് വൈഫാന്ന് പറയില്ല. ഒരു പീക്കിരി കൊച്ച് അനിയത്തിന് പോലെ ഉണ്ട് ചേട്ടൻ. ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ എനിക്ക് തോന്നുന്നു ഈ കാമുകി ബ്ലോക്ക് ചെയ്യുമ്പോ പല ആപ്സിൽ മെസ്സേജ് അയക്കുന്നു, അതൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആവും എല്ലാത്തിലേക്കും. അപ്പൊ അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നിങ്ങളുടെ വീഡിയോ. അപ്പൊ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ അപ്പൊ നമ്മൾ എന്തായാലും പ്രൊഫൈൽ എടുത്ത് നോക്കുമല്ലോ ഇത് ആരാന്നറിയാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ റാൻഡംലി സ്ക്രോൾ ചെയ്തപ്പോ ഞാൻ വിചാരിച്ചു ചേട്ടൻ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. 4 വർഷമായി. 4 വർഷം കല്യാണം കഴിഞ്ഞിട്ട്. അതിന് മുന്നേ പ്രണയിച്ചു. എത്ര 3 അത് 4 വർഷം അടുപ്പിച്ച്. ഞാൻ +1 കഴിഞ്ഞ ടൈമില്. ആണോ? ഇപ്പൊ 24 വയസ്സ്. എത്ര നാളെ ഈ ഒരു ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ ഫീൽഡിൽ വന്നിട്ട്? ഇതിപ്പോ ഞങ്ങൾ കപ്പിൾസ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 മന്തേ ആയിട്ടുള്ളൂ. അതിന് മുന്നേ ഞാൻ ഇടുമായിരുന്നു. ഞാൻ പക്ഷെ ആദ്യം തൊട്ടേ പറയും ചേട്ടായി നമുക്ക് ഇടാം, കപ്പിൾസ് ഇട്ടാൽ ചിലപ്പോൾ റീച്ച് ആവും, കാരണം മറ്റുള്ളവരുടെ കുടുംബത്തിൽ എത്തി നോക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമാണ്. ശരിയാ. അപ്പൊ ഞാൻ പറയും. അപ്പൊ ചേട്ടയ്ക്ക് ഭയങ്കര നാണക്കേടാ, അയ്യോ വേണ്ട മോശം. പിന്നെ ലാസ്റ്റ് നിർബന്ധിച്ച് അപ്പൊ എന്റെ ഫോളോവേഴ്സ് കൂടാൻ തുടങ്ങിയപ്പോ ചേട്ടാ എന്നാ ഞാനും വരാം, ഞാനായിട്ട് എന്തിനാ കുറയ്ക്കുന്നേന്നൊക്കെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര കുട്ടിക്കളിയുള്ള ആളാന്ന് തോന്നുന്നു. കൂടുതലാ. എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നേ കൊച്ചിനെ? ഞാൻ മൈൻഡ് ചെയ്തില്ല, ഹെഡ്ഫോൺ ഒക്കെ വെച്ചങ്ങ് ഇരിക്കും. ഞാൻ ഈ കൊച്ചിന് പുറകെ നടക്കും. മൈൻഡ് ചെയ്യണം. അതെ അതെ അതെ, ഞാനിവിടെ ഉണ്ടെന്നൊക്കെ. എന്തായാലും നിങ്ങളിപ്പോ ഈ 3 മാസം കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഭയങ്കര റീച്ച് ആയി. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും മില്യൺസ് ആണ്. ബാക്കിയുള്ളതാണെങ്കിലും എന്തൊരു വിഷമം? ഈ ഒരു വിഷമമില്ല, ഞാൻ അതിനെ പറ്റി ഞാൻ അതിനെ പറ്റി ആലോചിക്കുമായിരുന്നു അങ്ങനെ മില്യനാണെന്നല്ല. ഇതെങ്ങനെയാണ് ഓക്കെ. അപ്പോ ഞാൻ ഇവരുടെ വീഡിയോസിന്റെ മില്യൺസിനെ കുറിച്ച് പറയും. ഇവിടെ ഒരാളിങ്ങനെ അല്ല, ഞാനിപ്പോ ആലോചിച്ചതാ സത്യം ഇതെങ്ങനെ മില്യൺ ആവുന്നെന്ന് ആലോചിച്ചതാ. അറിയില്ല, കാരണം ഞാൻ ഫോട്ടോഗ്രാഫറാ. ഓക്കെ, അപ്പം റീൽസ് ഒക്കെ ചെയ്യും, എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ചെയ്യും. ഒരു 6 മണിക്കൂർ ഷൂട്ട് ചെയ്യും, ചിലപ്പോൾ 5 അത് എന്നിട്ട് 2 മണിക്കൂർ 3-4 മണിക്കൂർ എഡിറ്റ് ചെയ്യും, എന്നിട്ട് വലിയ കാര്യത്തെ അപ്ലോഡ് ചെയ്യും. 10,000 വ്യൂ 15,000 വ്യൂ. അപ്പോഴാണ് നമ്മൾ 2 സെക്കൻഡ് 10 മിനിറ്റ് എടുക്കുന്ന വീഡിയോക്ക് ഇത്ര വ്യൂസ് വരുന്നത്. ഇപ്പൊ പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ 3 മാസം കൊണ്ട് ഇത്രയും റീച്ച് ആകുമെന്ന് നിങ്ങൾ വിചാരിച്ചു കപ്പിൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം? ഞാൻ ഒട്ടും വിചാരിച്ചില്ല. പുറത്തിറങ്ങുമ്പോ എങ്ങനെയാ ഫാൻസിന്റെ ഒക്കെ റെസ്പോൺസ്? അല്ല, തിരിച്ചറിയുന്നുണ്ട് അത്യാവശ്യം. ഇന്നലെയും കൂടി ടർഫിൽ കളിക്കാൻ പോയപ്പോ അവിടെ, പിന്നെ ഇന്ന് ഇവിടെ വന്നിറങ്ങിയപ്പോ ഒരു വഴി ചോദിച്ചപ്പോ ഒരു പുള്ളി ചോദിച്ചായിരുന്നു, ഒരു ദിവസം ഒരാളെങ്കിലും ചോദിക്കും. എനിക്ക് അമ്മേനായിട്ട് കുറച്ചുകൂടി വീഡിയോസ് ചെയ്യാറുണ്ടല്ലേ? എന്റെ അമ്മയുടെ. അമ്മ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഓ അല്ല, അമ്മേനോട് കൊച്ചു വല്ലതും പഠിച്ചല്ലോ, PSCക്ക് പോയി രണ്ട് ദിവസം. എന്നിട്ട് ഞാൻ ഓൺലൈൻ ആക്കി. എനിക്ക് വയ്യ. ഓൺലൈൻ ആക്കി പഠിക്കുന്നുണ്ട്, പഠിക്കുകയൊക്കെ ചെയ്യും. വൈകിട്ടുണ്ട് നോട്ട് ഇടും. ഇയാള് വീട്ടിലുണ്ടോ? വൈകിട്ട്. ഓക്കെ. അപ്പൊ പക്ഷെ നമ്മൾ വീഡിയോസ് കാണുമ്പോ നമ്മൾ വിചാരിക്കുന്നത് എന്താ അമ്മ കുറച്ച് സപ്പോർട്ട്. അല്ല, ഞാൻ അമ്മയെ വിളിക്കും, അമ്മയെ കഷ്ടമുണ്ട്, അമ്മ വൈറലായ അമ്മയ്ക്കും പുറത്തിറങ്ങുമ്പോ അമ്മ ആൾക്കാർ ശ്രദ്ധിക്കും എന്നൊക്കെ. എന്നിട്ട് വീഡിയോ എടുക്കും, എന്നിട്ട് മാറിയിട്ട് ഫോണും പിടിച്ച് നടന്നാൽ മതി, ജീവിതത്തിൽ എല്ലാം ആയി, ഇപ്പൊ രക്ഷപ്പെടും എന്നിട്ട് ആ ഡയലോഗും പറയും. എന്നിട്ട് അമ്മയോട് ഏതോ 2 പേര് പറഞ്ഞു, യോ മോളെ കാണാറൊക്കെ ഉണ്ട്. അപ്പൊ അമ്മ വന്നിട്ട് നമുക്കിനി വീഡിയോ എടുക്കണം കേട്ടോ ഇപ്പൊ പറയും. എന്നിട്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിൽക്കാൻ ചെല്ലപ്പോ ഇന്ന് വീഡിയോ ഒന്നും എടുക്കണ്ടേ, അച്ഛനാ ഫോൺ പിടിച്ചു തരുന്നേ. ഈ എടുക്കുന്ന ഭയങ്കര കോമഡിയാ, ചാച്ചൻ തെക്കും മടക്കും ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. ചിലപ്പോ ആ വീഡിയോ ഞങ്ങള് കാണത്തില്ല. പിന്നെ ഞാൻ ചാച്ചനെ അവിടെ നിർത്തി ഇത് ഓൺ ആക്കിയിട്ട് ഞാൻ ഓടിപ്പോയി അവിടെ നിൽക്കണം. ചാച്ച അതീ തൊടല്ലേ, ചിലപ്പോ ചാച്ചൻ തൊടും, ചിലപ്പോ വീഡിയോ കാണത്തില്ല. നമുക്ക് എന്തായാലും അമ്മയുടെ കൂടെ ഉള്ളൊരു വീഡിയോ ഒന്ന് കാണാം. എനിക്കിപ്പോ വയ്യ. എനിക്കിപ്പോ അവിയൽ മതി. അമ്മക്ക് വേണേ അമ്മ അവിയൽ മതി. അമ്മ എനിക്ക് വയ്യ, അവിയലും തേങ്ങയ്ക്കൊന്നും വയ്യ.
ആ ഞാൻ പറഞ്ഞു കൊറയണ്ട അവിയല് വെക്കാതിരുന്നാ പോരെ ആ ഞാൻ സഹിച്ചു കെട്ടിയവനും കിട്ടിയവനൊന്നും വരത്തില്ല. അമ്മയ്ക്ക് അവിയൽ വേണേ അമ്മ വെക്കും. ചുമ്മാ ഞാൻ വരുമ്പോ തൊട്ട് അവിയൽ നോക്കിയിട്ട് എനിക്കിപ്പോ അരിയാൻ പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അമ്മ എനിക്ക് പങ്കുവാ. തന്തയെ ഞാൻ ഓടിക്കും, തള്ളയെ ഓടിക്കും. ഇത് കണ്ടന്റ് ആണോ അല്ലെങ്കിൽ ശരിക്കും അമ്മ അറിഞ്ഞില്ല എടുക്കുന്നേ. ഞാൻ ചുമ്മാ വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തയാ. അതിന്റെ ഇടയിൽ അമ്മ പറഞ്ഞപ്പോ അമ്മ അല്ലാണ്ട് ഇന്ന് പറഞ്ഞതാ. അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തതാ. ഈ നമ്മള് നോർമലി പറയില്ലേ ഗേൾസ്, അതായത് സ്വന്തം വീട്ടില് ജോലിയൊന്നും ചെയ്യില്ല, കല്യാണം കഴിച്ചു പോയ സ്ഥലത്ത് ജോലിയൊക്കെ ചെയ്യും, എന്നിട്ട് സ്വന്തം വീട്ടിൽ വരുമ്പോ നമ്മള് പിന്നെ മടിയായിട്ടിരിക്കും എന്നൊക്കെ. അവിടെ ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാറില്ല. സമ്മതിക്കില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്നും ചെയ്യാറില്ല വീട്ടില്. ചെയ്യും ചെയ്യും. എന്ത് തൂത്തുവാരും കുക്കിംഗ് ഒക്കെ അമ്മയായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഉണ്ടാക്കും. പിന്നെ പുള്ളിക്കാരത്തേക്ക് എന്താ പറയാ ഇഷ്ടമല്ല ആരും ചെന്ന് അഭിപ്രായം പറയുന്നത് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് മാക്സിമം കുക്കിംഗ് ചെയ്യാറില്ല. ഓക്കെ, നിങ്ങളിപ്പം ഈ കോണ്ടന്റ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഇപ്പം 10 പറയുമ്പോഴായിരിക്കും അനന്ത് ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്യുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഒരെണ്ണം ഞാൻ ഒരു കണ്ടന്റ് കൊണ്ടുവരുന്നത്. ഓ അങ്ങനെ. ഓക്കെ. കൂടുതൽ കോൺട്രിബ്യൂഷൻ കാവ്യയുടെ. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കണ്ടന്റ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചില ഡയലോഗ് പറയുമ്പോ ഇങ്ങനെ പറയണ്ട, അത് വേണ്ട ഇങ്ങനെ പറ, അപ്പൊ അനന്ത് ഇങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം അങ്ങനെയൊക്കെ ചോദിച്ചു നിങ്ങൾ തമ്മില് അങ്ങോട്ട് നടന്നതേ ഉള്ളൂ. ഇന്നലെ ഞാൻ ഒരു ഷോട്ട് ഒരു കണ്ടന്റ് ആഡ് ചെയ്യാൻ പറഞ്ഞു. അതിന് പറയാ വേണ്ട അത്രയും മതി. ഞാൻ പറഞ്ഞു ഇടയ്ക്കെങ്കിലും ഒന്ന് കേക്ക്. ഭയങ്കര പാടാണ്. ഒരു വട്ടെങ്കിലും ഒന്ന് അനുസരിക്കും. അതെങ്കിലും അതല്ല, അത് ഒരുപാടാവും ചേട്ടാ. ഈ കുറച്ച് പഴഞ്ചൻ ഇതൊന്നും അത്ര ഒന്നും ആൾക്കാർ കണ്ടിരിക്കില്ല. അവർക്ക് ടപ്പ് ചെയ്യുന്ന പോകുന്ന ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നേ. ഞാൻ കുറച്ച് അഭിനയം മാറിക്കോരി ഇടുന്നതൊക്കെ കട്ട് ചെയ്തോളൂ. എഡിറ്റർ ആയതുകൊണ്ട് എഡിറ്ററും പുള്ളിക്കാരത്തി തന്നെയാണല്ലോ. ഓ അതായത് അനന്തിന്റെ പോർഷൻസ് ഒക്കെ മാക്സിമം കുറക്കും. എന്തായാലും നിങ്ങൾ ഭയങ്കര ലൈവായിട്ട് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണ്, സ്പോട്ടിൽ കുറെ കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അത് നമുക്ക് നിങ്ങളുടെ ലൈവായിട്ടുള്ള ഒരു പെർഫോമൻസ് ഞങ്ങൾ 5-6 ഡേക്കിലൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ 5-6 ഡേക്കുന്നൊക്കെ. ഓക്കെ, ഞാൻ എന്തായാലും ചെറിയൊരു സിറ്റുവേഷൻ തരാം. നിങ്ങൾ ചെയ്ത വീഡിയോസ് ഒക്കെ നമുക്ക് വഴി ചെയ്യാം. അതല്ലാണ്ട് ഞാൻ ഒരു സിറ്റുവേഷൻ തരാം. നിങ്ങൾ ജസ്റ്റ് ഇപ്പം നമ്മളിപ്പോ പറഞ്ഞല്ലോ നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന, അപ്പം അനന്ത് പറയുന്ന ഡയലോഗ് കാവ്യക്ക് ഇഷ്ടപ്പെടുന്നില്ല, അത് വേണ്ട ഇങ്ങനെ പറയാൻ പറയുന്ന. അപ്പൊ അനന്ത് ചോദിക്കണം ഇങ്ങനെ പറഞ്ഞാൽ എന്താ പ്രശ്നം? അങ്ങനെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് അടി ഉണ്ടാക്കിയാൽ റെഡിയാണ്. എന്ത് പറഞ്ഞാലും റെഡി. ഓക്കെ ആക്ട് ചെയ്യട്ടെ ചേട്ടായി. എന്റെ ഒരു കണ്ടന്റ് ഉണ്ട്, അത് നമുക്ക് അഭിനയിക്കാം. സംഭവം എന്താന്ന് വെച്ചാല് ഞാനിങ്ങനെ റീൽസ് ചെയ്യാം. ഞാൻ കുറച്ച് എക്സ്പ്രസീവ് ആയിട്ട് ചെയ്യും, ഇയാള് കുറച്ച് മുണഞ്ഞു നിക്കണം. അങ്ങനെ ചെയ്യാം. അത് ശരിയാവത്തില്ല. ഞാൻ കുറച്ച് തുള്ളി നിന്നാലേ നമുക്ക് ലൈക്ക് കയറത്തുള്ളൂ. അയ്യോ അത് വേണ്ട, അത് മതി. അങ്ങനെ ചെയ്താൽ പറ്റത്തില്ല. ഞാൻ എക്സ്പ്രസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ചേട്ടായി ചെയ്യാൻ പറ്റത്തില്ല. പറ്റത്തില്ല എന്ന് വെച്ചാൽ പറ്റത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. എന്നിട്ട് എന്റെ കൂടെ വന്നിട്ട് ഏകത്ര റീച്ചിലായി. ഇനി എന്റെ പുറകെ വന്നാലോ ഇയാൾ എന്തിലേലും ചെയ്യും. ഒരു ദിവസം കൊണ്ടൊന്നും ബില്ല് അടിക്കുന്നു. ഒരു ദിവസം കൊണ്ടൊക്കെ ചുമ്മാ എന്നെ ദേഷ്യം പിടിപ്പിക്കില്ല കേട്ടോ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. റീൽസ് എടുക്കാൻ പറ്റുമോ ഇല്ലയോ? ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ട് നീ ഇറങ്ങിപ്പോ. ഞാൻ ഒന്നോ രണ്ടാമതിന് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അല്ല പിന്നെ അതിന് നമ്മൾ മറുപടി കൊടുക്കാൻ നിൽക്കണം. അന്നേരം എനിക്ക് കൊച്ചു ബ്ലോക്ക് ചെയ്യുന്നത്. ഞാൻ പിന്നെ എസ് എവിടെയെങ്കിലും കോപ്പി ചെയ്തിട്ടേക്കും. ബ്ലോക്ക് പറ്റുമ്പോ വേഗം
നമ്മൾ ഈ പട്ടിക്കുട്ടിയൊക്കെ തുറന്നു വിടുന്ന പോലെ ഇതങ്ങോട്ട് മാറ്റി പറഞ്ഞു വരും. ഇപ്പോഴും ബ്ലോക്ക് ചെയ്യാറുണ്ട് വഴക്കിടുമ്പോ? കഴിഞ്ഞ ആഴ്ച ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ശരിക്കും വഴക്കൊന്നുമില്ലല്ലോ. ഇല്ല, അത് നമ്മൾ പെട്ടെന്ന് കൂട്ടാവും. വഴക്കിട്ടാലും തപ്പേന്ന് കൂട്ടും. അല്ല ചേട്ടായി ഇങ്ങനെ കുറച്ച് മിണ്ടാണ്ടിരിക്കും. ഞാൻ അന്നേരം എന്തെങ്കിലും പറഞ്ഞു അന്നേരം തന്നെ വിടും. പിന്നെ ഇങ്ങനെ അതെന്താ കുറച്ചേരം മിണ്ടായിരിക്കുമ്പോഴേ സമാധാനം ഒരു ഫ്രീ ആയിട്ടിരിക്കാതെ കുറച്ചേരം. പക്ഷെ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്കും വിഷയക്കാരിയൊന്നുമല്ല, പാവാണ്. പക്ഷെ ഇടക്കിടക്ക് ഒരു കിളി പോവാ. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടൊരു കമന്റ്സ് എന്താന്ന് വെച്ചാൽ കാവ്യനെ കുറിച്ച്, ഈ കുട്ടിയുടെ കിളി പോയതാണ്. ശരിക്കും അങ്ങനെയാണോ? നാട്ടിലൊക്കെ എങ്ങനെയാ പറയുന്നത്? ഫോണും പിടിച്ചോണ്ട് അവിടെയൊക്കെ നടക്കും. പട്ടിയുടെ പുറകെ പൂച്ചയുടെ പുറകിലൊക്കെ നടക്കും. പൂച്ചകൾ എന്റെ അടിയെന്നൊക്കെ പറഞ്ഞ് പൂച്ചയുടെ പുറകെ പട്ടിയുടെ പുറകെ പോയി നിൽക്കും. അപ്പൊ പക്ഷെ ആൾക്കാർ പറയുന്നത് എന്തുവാ, അതിനെന്തോ ഒരു വട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല അല്ലേ? കൊറേ കമന്റ് ചോദിക്കും, കിളി പോയ കൊച്ച്, ഇവ എങ്ങനെ സഹിക്കുന്നു ഈ കൊച്ചിനെ. ചിലപ്പോ ഞാൻ ചൊറിഞ്ഞിരിക്കാതെ നല്ല തിരിച്ച് ഞാൻ കമന്റും കൊടുക്കും, റിപ്ലൈ കൊടുക്കാറുണ്ട്. ചിലപ്പോ കൊടുക്കും. നമ്മൾ ദേഷിച്ചുള്ള മൈൻഡിലായിരിക്കും. ചിലര് ഭയങ്കര ഇതായിട്ട് അയക്കുമ്പോ ഞാൻ ഡിലീറ്റ് ആക്കി കളയും. ഡിലീറ്റ് ആക്കുമ്പോ വീണ്ടും വന്നിട്ട് ഡിലീറ്റ് ആക്കിയോ എന്റേത് അങ്ങനെ ഇടുന്നവരുണ്ട്. എല്ലാം കൂടുതലും എനിക്ക് കിളി പോയതാ വട്ട അതൊക്കെ. ശരിക്കും പാവം ഭയങ്കര റിയലാന്ന് തോന്നുന്നു അല്ലേ? ഭയങ്കര ഉള്ളിലുള്ളത് ഉള്ളിലൊന്നും വെക്കാത്തൊരു ഉള്ളിലൊന്നുമില്ല, അന്നേരം കാണിക്കുവോ. നടുറോഡാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒന്നും വിഷയമേ അല്ല, എല്ലാം കാണിക്കും. ഓക്കെ, നമ്മൾ ഈ ബ്ലോക്ക് ചെയ്ത കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങളുടെ വൈറലായ വേറൊരു വീഡിയോ ഉണ്ട്. ഈ കാമുകിമാരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞു ഭയങ്കര കണക്റ്റഡാ. കാരണം ഞാനൊക്കെ എന്നൊക്കെ ബ്ലോക്ക് ചെയ്ത് ഏതൊക്കെ ആപ്പിന് മെസ്സേജ് അയക്കാൻ പറ്റും അതിലൊക്കെ ഞാൻ മെസ്സേജ് അയക്കും. ഇനി എന്റെ നമ്പർ ബ്ലോക്ക് ചെയ്താൽ ഞാൻ ചെന്ന് അനിയത്തിയുടെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും, എന്നെ ബ്ലോക്ക് ചെയ്തല്ലേ. അല്ല, ഇത് ആക്ച്വലി ഞാൻ നേരത്തെ ഗൾഫിലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഞാൻ എല്ലാം ബ്ലോക്ക് ചെയ്യും. ബ്ലോക്ക് ചെയ്യുമ്പോൾ ടിക്ടോക്കിൽ വന്ന് കമന്റ് ചെയ്യും, ബ്ലോക്ക് മാറ്റാ. അയ്യോ, കമന്റ് അന്നേരം പിന്നെ കമന്റ് ഓഫ് ചെയ്യും. ഒരു ദിവസം നോക്കിയപ്പോ ഒരു മെയിലൊക്കെ കിടക്കുന്നു, ബ്ലോക്ക് മാറ്റാൻ. വേറെ എന്തൊക്കെയുണ്ട് ഇതേപോലത്തെ കലാപരിപാടികൾ പറക്കില്ല? പിന്നെ ഞാൻ ഈ കൂട്ടുകാരെ വിളിക്കും, നിങ്ങളുടെ അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ നമ്പർ ഉണ്ടേ ഒന്ന് തരുമോ, വാട്സപ്പ് എടുത്തിട്ട് അപ്പൊ തന്നെ ഡിലീറ്റ് ആക്കി കളയാം. അപ്പൊ അവര് തരും. അമ്മൂമ്മയുടെ അപ്പൂപ്പനും വാട്സപ്പ് ഇല്ലല്ലോ, അപ്പൊ അത് തരും. എന്നിട്ട് ഞാൻ വേഗം വാട്സപ്പ് എടുത്തിട്ട് ചേട്ടേ ഒന്നും ബ്ലോക്ക് മാറ്റും. അപ്പൊ പെട്ടെന്ന് അതീ ബ്ലോക്ക് ആക്കും. അപ്പോഴത്തേക്ക് നമ്മൾ 3-4 നമ്പർ സെറ്റ് ആക്കി വെച്ചേക്കും അടുത്ത വാട്സപ്പ് എടുക്കാൻ. അങ്ങനെ എന്തോരം നമ്പർ അയച്ചിട്ടുണ്ട്. ഓരോ നമ്പറിൽ ഗൾഫിൽ നിൽക്കുമ്പോൾ ഓരോ നമ്പറിൽ നിന്ന് വരുമോ മെസ്സേജ്. എന്നിട്ട് ലാസ്റ്റ് ചേട്ടയുടെ കൂട്ടുകാരന്മാരെ വിളിക്കും, ചേട്ടാ ഒരു നമ്പർ തരുമോ, ചേട്ടാ അല്ലെങ്കിൽ ചേട്ടാ ഒരു മെസ്സേജ് അയക്കോ. ലാസ്റ്റ് ചേട്ടയുടെ കൂട്ടുകാരന്മാര് പറഞ്ഞു, നിന്റെ കാര്യം പറഞ്ഞു ഇനി അവൻ ഞങ്ങളെ ബ്ലോക്ക് ആക്കും. അല്ല, ഗൾഫിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ +2 ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. കൊച്ച് അന്നേരം പുള്ളിക്കാരൻ ബ്ലോക്ക് ആക്കുന്ന പബ്ജി കളിക്കാൻ. അല്ല, എന്തുവാ ആഴ്ച 3 ദിവസം ഞാൻ ബ്ലോക്കാ പബ്ജി. പുള്ളിക്ക് വെള്ളി ശനി ഞായർ എന്തോ ലീവ്. ആ ടൈം ഫുള്ള് ഞാൻ ബ്ലോക്കാ. കാരണം ഫുള്ള് പബ്ജി കളിക്കണ്ടേ. ഞാൻ വിളിക്കുമ്പോ കട്ടാക്കി വിടും. അടുത്ത വിളിക്ക് ഞാൻ ബ്ലോക്കാ. നമ്മൾ എവിടെ നല്ല വെടി വെച്ചോണ്ടിരിക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പബ്ജി തന്നെ സൗദിയിലായിരുന്നു. അയ്യോ, ഓക്കെ. പക്ഷെ അത് ഭയങ്കര മോശം. ഈ പബ്ജി ഇറങ്ങിയ സമയത്ത് ബോയ്സിന് പബ്ജി മാത്രം മതി, വേറെ ആരും അവർക്ക് വേണ്ട. അല്ല, നല്ല രസമല്ലേ കളിക്കാൻ? രസാ, ഞാനും കളിച്ചിട്ടുണ്ട് പബ്ജി. ആണോ? ഞാൻ പിന്നെ നോബായിരുന്നു. പാൻ വെച്ചൊക്കെ തലക്കടിച്ചിട്ട് കൊല്ലും. ബോട്ട് വരെ വന്നിട്ട് അത് നമുക്ക് അറിയുന്നില്ല, പറയണ്ട. ഈ തിരിച്ചെപ്പോഴെങ്കിലും ഇദ്ദേഹത്തിന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ഒരാഴ്ച കൊണ്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരാഴ്ചയൊക്കെ ബ്ലോക്ക് ചെയ്യും. അന്ന് ഞാൻ അറുമാതിക്കുമായിരുന്നു. പക്ഷെ എനിക്കറിയാം പോത്തില്ല, തിരിച്ചു വരുന്ന അറിയാലോ. അതുകൊണ്ട് അങ്ങ് എൻജോയ് ചെയ്തു. പൂച്ചരം പോലെ അല്ലേ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് റീക്രിയേറ്റ് ലൈവായിട്ട് ഒന്ന് കാണാം. ആ ബ്ലോക്ക് ചെയ്തിട്ട് എല്ലാത്തിലും മെസ്സേജ് അയക്കുന്ന ഒരു സാധനം ചെയ്തിട്ടില്ല, അതില് കാവ്യ മാത്രം. എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്ത് ഒരു സ്നേഹമില്ലാത്തനായവൻ. എന്തി ബ്ലോക്ക് ചെയ്യാതെ ഞാൻ എന്തിലെങ്കിലും മെസ്സേജ് അയക്കും.
ഇൻസ്റ്റയിൽ അയക്കാം. ഓ ഇൻസ്റ്റയിലും എന്നെ ബ്ലോക്ക് ചെയ്തല്ലേ, ഇവൻ്റെ മറ്റേ അക്കൗണ്ടിൽ ഞാൻ അയക്കും. കള്ള അക്കൗണ്ട് കിടക്കുമ്പോഴാണ് ഞാൻ ഈ പേടിക്കുന്നത്. അല്ലേ വേണ്ട, അതിലും ബ്ലോക്ക് ചെയ്തതാണ്. ഗൂഗിൾ പേയിൽ അയക്കാം, അവ അത് ചിന്തിക്കത്ത പോലും ഇല്ല. ഫോൺ പേയിൽ അയച്ചാലോ? അല്ലേ വേണ്ട, ടെലഗ്രാമിൽ അയക്കാം, അല്ലെ ട്രൂ കോളറിൽ അയക്കാം. ദൈവമേ ആപ്പ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ഞാൻ ഏതിലയക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ദൈവമേ അവനിനി വേറെ ഏതെങ്കിലും റിലേഷൻ വല്ലതും ഉണ്ടോ? എന്തായാലും എല്ലാത്തിലും അയച്ചിട്ടേക്കാം, ഒരു മെയിലൂടെ അയച്ചിട്ടേക്കാം. ദൈവമേ ഇത് എനിക്ക് തോന്നുന്നു കൊറേ ജീവിതത്തിൽ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്യുന്നത് അല്ല. ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവല്ലോ ഇങ്ങനെ. അടിപൊളി. ഈ ഇപ്പൊ ഇങ്ങനെ നമ്മൾ നോർമലി ഇപ്പൊ ഇതൊക്കെ വരുമ്പോ ചിലപ്പോ ആൾക്കാർ കമന്റ് ചെയ്യും, ഈ കൊച്ചു ഭയങ്കര ടോക്സിക് ആണല്ലോ. ഞാൻ എന്നിട്ട് പറഞ്ഞു, ഇനി നമുക്ക് വീഡിയോ എനിക്ക് ഭയങ്കര നെഗറ്റീവ് വരുന്നുണ്ട്, ഈ ടൈപ്പ് വീഡിയോ വേണ്ട കേട്ടോ, ചേട്ടൻ കുറച്ച് നെഗറ്റീവ്, ഇനി ചേട്ടൻ കുറച്ച് നെഗറ്റീവ് ആവുന്നൊക്കെ. ഓക്കെ. ഈ ഏറ്റവും കൂടുതൽ മടി ആർക്കാ? വീഡിയോസ് അനന്തൂന് തന്നെയാണല്ലോ ഏറ്റവും കൂടുതൽ മടിയൊക്കെ വരുന്നത്. പക്ഷെ എന്നാലും ഇഷ്ടമാണ് വീഡിയോസ് ഒക്കെ ചെയ്ത് ആൾക്കാരൊക്കെ തിരിച്ചറിയുമ്പോ അതൊരു സന്തോഷമാണ്. എനിക്ക് ആരെങ്കിലും ചോദിക്കുമ്പോ ഇപ്പോഴും ഭയങ്കര നാളാ ഇരുന്നിട്ട് ഇങ്ങനെ ബ്ലഷ് ചെയ്തോണ്ടിരിക്കുക, ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ഇത് എങ്ങനെയെന്ന് ആണുള്ള ആളെ വളച്ചെടുത്ത ആ ഒരു ലവ് സ്റ്റോറി എന്താ? ഞാൻ റിയൽ ലൈഫിൽ കൊച്ചതല്ല, എന്നെ കാറിൽ വെച്ച് 2-3 ദേഷ്യപ്പെട്ട് എന്നെ ഇറക്കി വിടുമെന്നൊക്കെ പറയും. ദേഷ്യമൊക്കെ വന്നാലേ റിയൽ ലൈഫിൽ ചമ്മലൊന്നും ഇല്ല. പിന്നെ അറിയാത്തവരോട് ചമ്മലുണ്ട്, ഞാൻ പക്ഷെ എല്ലാവരോടും ഇടിച്ചു കയറി വീണ്ടും. എനിക്കത് ഒരു വിഷയമല്ല. പക്ഷെ ചേട്ടായിക്ക് ചമ്മല. എനിക്ക് ഈ ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. നമുക്കൊരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ തോണ്ടിയിട്ട് റീൽസ് ചെയ്യുന്ന അതെ അതെ എന്നിട്ട് എൻ്റെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഓസ്കാർ കിട്ടിയ സന്തോഷം അപ്പം കിട്ടുന്നത്. ഭയങ്കര സന്തോഷം ഇവരൊക്കെ വന്ന് ചോദിക്കുമ്പോഴും. ഞാൻ എന്നിട്ട് ഈ റീൽസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ വെറൈറ്റി മീഡിയ നേരത്തെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഉറപ്പായിട്ട് ഇവരെന്നെ വിളിക്കും എന്ന് ചേട്ടോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒരു ദിവസം രാത്രി കിടക്കും, ഗെയിം കളിച്ചോണ്ടിരിക്കുക, ഒരു ഒറ്റ അലറക്കം എനിക്ക് വെറൈറ്റി മീഡിയ മെസ്സേജ് വന്നു. എന്നിട്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ട് ഒരു ദിവസം വിളിക്കായിരിക്കും അല്ലേ. ഞാൻ ആകെ ഫോളോ ചെയ്തിട്ടുള്ള നിങ്ങളെ മാത്രമേ ഉള്ളൂ, ഇന്റർവ്യൂ ചെയ്യുന്ന ചാനൽ. അപ്പൊ ഇതിലെല്ലാം ഇരുന്ന് കാണും. എന്നിട്ട് മറ്റേ വിഷ്ണു അമ്മയുടെ ഒക്കെ ചെയ്തത് അടുത്ത നമ്മളെ വിളിക്കായിരിക്കും. എന്നിട്ട് അതിന്റെ കമന്റ് നോക്കും, ഏതാ ഇത് എനിക്ക്. ഞാൻ എന്നിട്ട് ചേട്ടാ അടുത്ത നമ്മുടെ ചോദിക്കും, ഏതാ യുദ്ധഭൂമിയിൽ പുതിയ പടംമാര് എന്ന് ചോദിക്കുന്നത്. പറയേ ആ ഒരു ലവ് സ്റ്റോറി പറ. ഇപ്പൊ ടോട്ടൽ 8 വർഷമായിട്ട് ഒരുമിച്ചു അല്ലേ? 4 വർഷം കല്യാണം കഴിഞ്ഞു, 4 വർഷം പ്രണയിച്ചു, 8 വർഷമായിട്ടുണ്ട്. എന്താണ് അതിന്റെ ആ ഒരു രഹസ്യം? എന്താ ഈ 8 വർഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു ടൈമാണ്. എങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത്രയും പോകും. അടിച്ചുവരികയായിരുന്നല്ലേ? ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് റിലേറ്റീവാ വീട്ടിൽ ഒരു പട്ടുപാടൊക്കെ ഇട്ട് വരുന്നതായത് കാണുന്നു. കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് പട്ടി കിടപ്പുണ്ട്. അണ്ണാ പട്ടി കടിക്കുവോ? അതാണ് ഫസ്റ്റില് ഞാൻ കാണുന്നത്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു കാവ്യക്ക്? 16. എന്നിട്ട് അങ്ങനെ ആദ്യമായിട്ട് കണ്ടു. പിന്നെ ഞാൻ പ്രപ്പോസ് ചെയ്തു. അപ്പൊ തന്നെയാ? അപ്പോഴല്ല, കുറച്ചാൾ കഴിഞ്ഞിട്ട്. അല്ല, ആ സമയം വെച്ച് ബ്രേക്കപ്പ് ആയിട്ട് 1 വർഷം എന്തേ ആയിട്ടുള്ളായിരുന്നു. അതിന്റെ വിഷമത്തിലിരിക്കുവായിരുന്നു. വിഷമൊന്നും ഇല്ലായിരുന്നു. എന്നോട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമോ പോലെ. അവളുടെ ഷോൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് മോളെ. ഇതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കണ്ടേ? ഞാൻ അന്ന് എനിക്ക് വാട്സപ്പ് ഇല്ല, അമ്മയുടെ ഫോണിലല്ലേ. അന്ന് എനിക്ക് വാട്സപ്പ് എന്തോന്ന് അറിയത്തില്ല, ഗൂഗിൾ എന്തോന്ന് അറിയത്തില്ല, സെർച്ച് ചെയ്യുന്ന അറിയത്തില്ല. ഇംഗ്ലീഷ് ആയിരുന്നു എന്നോട് ചാറ്റ് ചെയ്യുന്നത്. ആണോ? ഭയങ്കര ഇംഗ്ലീഷ് ആയിരുന്നു. മൊത്തം പൊട്ടത്തായിരിക്കും. എനിക്ക് കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് ഫുൾ ഇംഗ്ലീഷ്. ഐ എം കമ്മിങ് ഫ്രം സ്കൂൾ. ഞാൻ പറഞ്ഞു മലയാളം മതി, തെറ്റാന്ന് പറഞ്ഞു. പറഞ്ഞ ഇംഗ്ലീഷ് ഒന്ന് പറയോ? എനിക്ക് ഓർമ്മയില്ല. അയ്യോടോ, പറയുന്നതിലും പറഞ്ഞോ എല്ലാം തെറ്റാ, പൊട്ടത്തെറ്റാ. വേർഡ്സ് കാണും, ഗ്രാമർ കാണത്തില്ല. എന്നാ കാവ്യ പറ, എന്തൊക്കെയായിരുന്നു ആ സമയത്ത് അയച്ചേ? എല്ലാം ഇംഗ്ലീഷിലാ. കഴിച്ചോ, പിന്നെ ചിലപ്പോ ഇയാള് വലിയ ഇംഗ്ലീഷ് വേർഡൊക്കെ ആയിരിക്കും. എനിക്കിത് അറിയാമോ? ഞാൻ വേഗം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. അത് എനിക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ അവിടെ ഫ്രണ്ട്സ് ഉണ്ട് അറിയാം, അമ്മയുടെ ചോദിച്ചിട്ട് അയക്കുന്നതാണ്. കാരണം ഇവിടെ നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഞാൻ വേഗം പോയിട്ട് എന്നിട്ട് ദൈവമേ റിപ്ലൈ ലേറ്റ് ആയി, മനസ്സിലായി കാണും ഞാൻ ഇതിൽ വന്ന് മലയാളം നോക്കുക. അങ്ങനെ ആയിരിക്കും. എന്നിട്ട്
അങ്ങനെ പ്രപ്പോസ് അങ്ങനെ നിങ്ങൾ സംസാരിച്ചു ബ്രേക്കപ്പിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ മെസ്സേജ് അയച്ചു ഇന്നൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ 2 ആഴ്ച കഴിഞ്ഞായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത്, ഒരു ഹായ്ക്ക് തിരിച്ച്. അപ്പോൾ ഒരു വട്ടം നേരിട്ടുണ്ടപ്പോൾ ചോദിച്ചു മോള് വാട്സപ്പിലൊന്നും കയറത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സമയമില്ല ചേട്ടാ, എനിക്ക് ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട്. എനിക്ക് ഇൻട്രസ്റ്റ് വലിയ താല്പര്യമില്ല, കാരണം ആ ടൈം എനിക്ക് വേറെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അറിഞ്ഞില്ല. ഒരു ദിവസം നോക്കിയപ്പോൾ ചെറുക്കനോട് നടന്നു വരുന്നു, ഞാൻ പൊക്കി. അത് അങ്ങനൊന്നും നടന്നു വന്നില്ല. എന്നോട് വീട്ടിൽ വന്നപ്പോ എന്നോട് ചോദിച്ചു നീ എവിടെ ആയിരുന്നു ഇത്രയും നേരം? ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ 3:30 സ്കൂളിൽ നിന്ന് വന്നു, പക്ഷെ ഞാൻ 4:30 നടന്നു വരുന്നത്. അപ്പൊ ചേട്ടാ ഇത് ലൈവായിട്ട് കണ്ടോണ്ട് നിൽക്കുക. അപ്പൊ ഞാൻ ചെറുക്കനോട് ചിരിച്ച് സംസാരിച്ച് എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോ 5 മണി നടന്നാ പോന്നെ. അപ്പൊ എന്നോട് എന്നിട്ട് എന്താ വാട്സപ്പിൽ കയറാഞ്ഞ? ഞാൻ പറഞ്ഞു ചേട്ടാ അത് വന്നിട്ട് ഫോണില്ലായിരുന്നു, അതാ വാട്സപ്പിൽ കയറാഞ്ഞെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞു ഈ സ്വഭാവം അങ്ങ് നിർത്തിക്കോണം കേട്ടോ. അത് പക്ഷെ ലൈൻ അല്ലായിരുന്നു. അല്ലല്ല. അപ്പൊ ലൈൻ എത്ര ഉണ്ടായിരുന്നു? ലൈനല്ല, ആ ടൈമിലേ നമുക്ക് ഈ ചെറുക്കന്മാരെ ഒന്ന് ഇഷ്ടമെന്ന് പറയുമ്പോൾ നമ്മള് ശരി നമ്മളാരും വേദനിപ്പിക്കില്ല. ഇല്ലില്ല. അതേപോലെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ചേട്ടന്മാര് കുറെ ക്രിസ്മസ് കാർഡ് തരും വലുത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ചേട്ടന്മാര് വലിയ കാർഡ് തരും. അപ്പൊ നമ്മള് പക്ഷെ വാങ്ങിക്കില്ല. നേരത്തെ പ്രതീക്ഷ കൊടുക്കണ്ടല്ലോ. ഒരു റിലേഷൻ ഉണ്ടായിരുന്നു, സീരിയസ് ആയിരുന്നു ചേട്ടായിക്ക് മുന്നേ. ഇത് രണ്ടാമത്തെ. ഓക്കെ. അപ്പൊ പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇഷ്ടമുണ്ടായിരുന്നില്ല അനന്തുനെ? ഇല്ലില്ല, എനിക്ക് ഇഷ്ടം അന്നേ മറ്റേ പച്ചമാല നീലമാലയൊക്കെ ഇട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അന്ന് ബോക്മാലയുടെ മറ്റേ മാലയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ആരിഷ്ടപ്പെടും. എന്നിട്ടാണോ അവിടെ ഇവിടെയൊക്കെ കുത്താൻ പറഞ്ഞേ? അത് ഞാൻ കളിയാക്കി പറഞ്ഞു, ആരും നോക്കാണ്ടിരിക്കാൻ. കണ്ടോ? അത് മനസ്സിലായോണ്ടാണ് ഞാൻ പിന്നെ ചെയ്യാത്തത്. ചേട്ടാ എന്നിട്ട് നമ്മളെവിടെ പറഞ്ഞു നിർത്തിയ പച്ചമാല നീലമാല, നീലമാലയും കണ്ണി പച്ച ലെൻസുള്ള DP. അപ്പൊ ഞാൻ ഏതോ വെറുവായിക്കലായിട്ട്. എന്താന്ന് വെറുവായിക്കലെന്ന് പറയത്തില്ലേ? എന്നുവെച്ചാ ഒരു വൃത്തിയില്ലാത്തൊരു ചെറുക്കൻ. അപ്പൊ ഇങ്ങനെ മെസ്സേജ് ചെയ്യാം. അപ്പൊ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അപ്പൊ ഞാൻ ശരി ചേട്ടാ. അപ്പൊ എന്നെ പറഞ്ഞു മോളെ എനിക്ക് ഫസ്റ്റ് ഒരു റിലേഷൻ എല്ലാം പറഞ്ഞു ഫുള്ള്. അപ്പൊ എനിക്ക് താല്പര്യമില്ലല്ലോ, പണ്ടത്തെ ഒരു വർണ്ണപ്പെട്ട എനിക്കെന്താ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ ശരി ചേട്ടൻ റിലേഷൻ ഉണ്ട്, എനിക്കെന്തോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം. ഇത് തലക്ക് പിടിച്ചപ്പോഴാണ് ഞാൻ ചേട്ടാ ആ പെണ്ണിന്റെ പേരെന്തുവായിരുന്നു? ആ പെണ്ണിന്റെ ഇൻസ്റ്റ ഉണ്ടോ? എനിക്ക് ആ സമയം ഇൻസ്റ്റ ഇല്ല. അപ്പൊ കൂട്ടുകാരുടെയൊക്കെ ഇൻസ്റ്റയൊക്കെ തപ്പിട്ട് ആ പെണ്ണിന്റെ ഫുൾ ഡീറ്റെയിൽസ് എടുത്തു. പിന്നെ ഓരോ ദിവസം ഇതാ. അപ്പൊ ഈ പുള്ളിക്കാരൻ ബ്രേക്കപ്പ് ആയ ടൈമില് പുള്ളിയുടെ മറ്റേ FB-ൽ ഒരു പോസ്റ്റ് ഉണ്ട്, ലവ് ഈസ് ലൈക്ക് ഹെവൻ ഹേർട്ട് ഈസ് ലൈക്ക് ഹെൽ എന്ന് പറഞ്ഞിട്ട്. അത് ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ. അതെ അതെ. അപ്പൊ അത് ഞാൻ അയച്ചു കൊടുത്തിട്ട് ഓ അത്രയ്ക്ക് സീരിയസ് ആയിരുന്നല്ലേ. എന്നിട്ട് അതിന്റെ അടിയിലെല്ലാം ശോകം ഇങ്ങനെ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞു. അതെ അത് ഇയാളുടെ പറയാം. എനിക്ക് എല്ലാ ശോകം. അപ്പൊ ചേട്ടായിയുടെ ബ്രദർ വന്നിട്ട് എടാ എന്തൊക്കെയോ ബ്രദർ ഇങ്ങനെ പറയും, എടാ അങ്ങനല്ലടാ ഇങ്ങനാടാ എന്തൊക്കെ. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ അവളുടെ പേരൊക്കെ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നു അക്കൗണ്ടില്, പേര് ഇങ്ങനെ 3D ആയിട്ടൊക്കെ. അപ്പൊ എന്റെ അപ്പൊ എന്റെ ഒരു പേര് ഇയാൾ എവിടെയെങ്കിലും എഡിറ്റ് ചെയ്ത് എന്റെ പേര് സേവ് ചെയ്തേക്കുന്നത് വെറും കാവ്യ, ഒരു ലവ് പോലും ഇല്ല. കാവ്യ സ്ക്രീൻഷോട്ട് അയക്കുമ്പോളേ കാവ്യ, താഴെ കൂട്ടുകാര മച്ചാൻ ലവ്, ബെസ്റ്റി ലവ്, ലിഞ്ചു ലവ്, അങ്ങനെ പറഞ്ഞ് കുറെ ലവ്. എനിക്കൊന്നുമില്ല. പിന്നെ അതിന്റെ പേരിൽ അടിയായിരുന്നു ഓച്ചേ കാവ്യ. നിങ്ങൾ എഴുതിയിട്ടില്ല, എഴുതാതെ എത്രയോ നമ്പർ ഉണ്ടായിരുന്നല്ലേ. എന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ചേട്ടായി എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വന്നപ്പോൾ എനിക്ക് തേക്കാനാണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് അന്ന് എറണാകുളത്ത് ആരെങ്കിലും സെറ്റ് ആയിക്കണം. മോളെ എനിക്ക് സമയമില്ല മെസ്സേജ് ഒന്നും അയക്കാൻ, നമുക്ക് ഫ്രണ്ട് ആയിട്ടിരിക്കുകയാണ്. അന്നൊന്നും ഞാൻ സൈക്കോ തരൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എങ്ങനെ പ്രപ്പോസ് ചെയ്തേ? എനിക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു, നേരിട്ട് പറഞ്ഞു. ചേട്ടനോ എന്നെയോ എന്താ വലിയ ആരോ ഒന്ന് പറയുന്ന പോലെ അല്ലായിരുന്നോ? അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചേട്ടനൊക്കെ ഇഷ്ടപ്പെടുവോ അങ്ങനെയൊക്കെ അത്രയൊക്കെ ആവുമെന്നൊക്കെ ചോദിച്ചില്ലായിരുന്നോ? ആ പ്രപ്പോസ് ചെയ്ത എക്സാക്ട് സാധനം ഓർമ്മയുണ്ടോ? എന്തോ പ്രപ്പോസ് ചെയ്ത എക്സാക്ട് ഡയലോഗ് ഓർമ്മയുണ്ടോ? ഇല്ല ഓർമ്മയില്ല. മെസ്സേജ് അയക്കുമായിരുന്നു അന്ന്. നമുക്ക് ഇപ്പൊ അതൊന്നും പ്രപ്പോസ് ചെയ്യുന്നിട്ട് നമുക്ക് ബാക്കി കഥയിലേക്ക് പോവാം. ഓക്കെ. നിങ്ങൾ പണ്ട് വർഷങ്ങൾക്ക് മുന്നേ പച്ചമാല നീല ലെൻസ് ഒക്കെ ഇട്ട് നടക്കുന്ന അനന്ത്. ഹായ്. ഹായ്. ആ ചുമ്മാ ഇരിക്കുക. കഴിച്ചായിരുന്നു? ചേട്ടന്റെ മാല എനിക്ക് ഇഷ്ടപ്പെട്ട്.
മാറില്ല ആരാ? ആ കമ്മലൊക്കെ എവിടുന്നാ? ലേഡീസ് സെന്ററിൽ ആ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതുവാ ഇഷ്ടവാ പോ ചേട്ടാ. ആന്ന് ശരിക്കും സത്യം ഇഷ്ടവാ. കെട്ടുവോ? നോക്കാം. തേക്കുവോ? കെട്ടുവേ? ഉടനെ കെട്ടുവോ? ഉടനെ ഒന്നും പറ്റത്തില്ല. ഇന്ന് പോയി വീട്ടിൽ പറയട്ടെ. വേണ്ട. നാളെ കെട്ടാ. വേണ്ട. 18 വയസ്സായി. ഇപ്പോഴേ വേണ്ട. കഷ്ടമുണ്ട് ചേട്ടാ. ഇപ്പൊ ഇത് പിടി. ചേട്ടാ കെട്ടുവോ? കേട്ടാ. തേച്ചാ. ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ളത് പ്രപ്പോസൽ എന്റെ ഷോയിൽ ഞാൻ കണ്ടിട്ടില്ല. സൂപ്പർ എനിക്ക് കെട്ടോ തേക്കോ? ശരിക്കും അന്ന് പ്രപ്പോസ് ചെയ്തപ്പോ ചോദിച്ചായിരുന്നോ? അന്ന് ഇത് വേണ്ട, ഇത് എങ്ങനെയും തലേന്ന് പോകണമെന്ന് വെച്ചിരിക്കും. വേണ്ട അന്ന്. പക്ഷെ എന്നോട് ദൈവം അത് കടാക്ഷിച്ചില്ല. എനിക്ക് ദൈവം അതാണ്, ദൈവം നമുക്ക് ഓരോ ചാൻസ് തരും, നമ്മളത് കാണില്ല, നമ്മൾ തട്ടിത്തെറപ്പിച്ചിട്ട് പിന്നെയും പോകും. അപ്പൊ നമുക്ക് ആദ്യമൊക്കെ ഞാൻ ഒഴിവാക്കി വിടുവേ. അപ്പൊ മോളെ സ്കൂളിൽ നിന്ന് വന്നോ മോളെ? അയ്യോ എന്റെ സ്കൂളിലായിരുന്നു, ഞാൻ ഓർക്കണ്ടായിരുന്നു. സ്കൂളിൽ കൊച്ചു കുട്ടീനോടായിരുന്നു താങ്കളുടെ പരാക്രമം. ഇതൊക്കെ കണ്ടിട്ട് എന്റെ അമ്മ പോസ്കോ അല്ലാട്ടോ, പോസ്കോ ആയിരുന്നു. പക്ഷെ ആ സമയത്ത് ഗൾഫിലായോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ. അങ്ങനെ കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്നു. അപ്പൊ എന്നെ പറഞ്ഞു മോളെ മെസ്സേജ് അയക്കാം. ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു ദിവസം ഒരു ചേട്ടാന്നുള്ള മെസ്സേജ് അയക്കാൻ സമയമില്ലേ? ഇല്ല മോളെ എനിക്കിവിടെ ഭയങ്കര ജോലിയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി തേക്കും. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു ഓ വെറുതെ ഇരുന്നവൻ ഇല ഇട്ടിട്ട് ഊണില്ലെന്ന് പറയുന്ന അവസ്ഥയാണല്ലോ, അങ്ങനെ വിടാൻ പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഡെയിലി മെസ്സേജ് ചേട്ടാ ചേട്ടാ ചേട്ടാ. അപ്പോഴത്തേക്കും പുള്ളി ഗൾഫിൽ കയറിപ്പോയി. ഗൾഫിൽ പോയപ്പം എനിക്കൊന്നും ആരും ഇല്ലാത്തോണ്ടായിരിക്കും. അപ്പൊ ഇങ്ങോട്ട് അയച്ചു മോളെ. അവിടെ ചെന്നപ്പോ മുറിക്കകത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി. ചേട്ടന്മാരും വേറെ വൈബ്, ഞാൻ വേറെ വൈബ്, ആരും ഇല്ല. അപ്പൊ ഞാനേ ഉള്ളൂ മിണ്ടാൻ. അപ്പൊ ഭയങ്കര മെസ്സേജ് അയപ്പ്. ഗൾഫിൽ ചെന്നപ്പോഴാണ് ചേട്ടായി കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആവുന്നത്, ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ മെസ്സേജ് അയക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞാ പബ്ജി വന്നേ. പബ്ജി ആയിരുന്നു നമ്മുടെ ഇതിലെ വില്ലൻ. ആ പബ്ജി വന്ന് ഞാൻ പിന്നെ ഡെയിലി ബ്ലോക്കാ. പിന്നെ ചേട്ടായി ടിക്ടോക്ക് തുടങ്ങി. ടിക്ടോക്ക് അത്യാവശ്യം പിന്നെ റീച്ച് ആയി വന്നപ്പോ ടിക്ടോക്ക് അങ്ങ് നിർത്തി. ദൈവഭാഗ്യം. പ്രാർത്ഥിച്ചായിരുന്നോ? ഞാൻ അഭിനയിക്കുകയൊക്കെ ചെയ്തു അതിനകത്ത്. ആണോ? അഭിനയം എല്ലാം കാണിക്കത്തില്ല. വേണ്ട. ഞാൻ ആദ്യം റീൽസ് ചെയ്യുവേ. ഞാൻ അയച്ചു കൊടുക്കാൻ ഈ ഇതാണോ റീൽസ്? എന്നിട്ട് ചേട്ടയുടെ സാധനം അയച്ചു തന്നിട്ട് കണ്ടോ ഇങ്ങനെ ചെയ്യണം, നിനക്ക് കഴിവില്ല. അപ്പൊ ഞാൻ വിചാരിക്കും സത്യമായിരിക്കും. ഒരിടം ഞാൻ അപ്പൊ അത് സ്റ്റാറ്റസ് ഇടും. അപ്പൊ പിള്ളേർ പറഞ്ഞു ചേട്ടന്റെ റീലിന് ഇടല്ലേ, കൊള്ളത്തേ ഇല്ലെന്ന്. ചുമ്മാ ചേട്ടായിയുടെ അടുത്ത് ചേട്ടനോട് പറയണ റീല് ചെയ്യരുതെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തു. ഞാൻ തകർന്നു പോയി. ഭയങ്കരമായിട്ട് തകർക്കുമല്ലേ നമ്മളെ ഇമോഷണലി തകർത്ത് കൊല വിളിക്കും. ഞാനല്ല, അവര് പറഞ്ഞ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത്. നമ്മുടെ സ്നേഹമുള്ള ആൾക്കാർ അങ്ങനെ അയച്ചു കൊടുക്കാൻ പാടില്ല. അല്ല അന്ന് ഞാൻ നിർത്തി. ഞാൻ ചെയ്യുന്നതിന് എന്നെ വന്നിട്ട് പറയും ഇതല്ല അഭിനയം എന്ന് പറഞ്ഞ് എന്നെ തകർക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു സത്യമായിരിക്കും. പക്ഷെ ഈ കൂട്ടുകാര് തകർത്തപ്പോ എനിക്ക് സന്തോഷം, ഇതായിരുന്നു ദുരന്തം അല്ലേ. അങ്ങനെ ഓക്കെ. എന്നാലും ഇത് പറഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളുടെ വേറൊരു വീഡിയോനെ കുറിച്ച് ഓർമ്മ വന്നത്, മറ്റേ ക്യാമറയിൽ ഫോട്ടോ എടുക്കണ ഒരു സാധനം ചെയ്തില്ലേ? ഞങ്ങൾ ഇവിടുന്ന് ക്യാമറ തരാം, നിങ്ങൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. എന്റെ ഫോട്ടോ എടുത്താൽ ഫോട്ടോ എടുക്കുന്ന പോലെ നിന്നിട്ട്. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും കാര്യം പറയാം. ആ ഒരു സാധനം, ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്താൽ മതി. വീഡിയോ കാണണോ? ഇല്ല, അറിയാലോ. ഓക്കെ. നല്ല ചിരിച്ചിരുന്ന് ആ ഹെയറൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് പോസ്റ്റ് തരാം. മോഡലാ പിന്നെ കണ്ടുവച്ചാലും മതി. കോഴിപ്പൂട പോലൊരു മുടി. എന്തുവാ അവളുടെ എടുക്കുന്നേ? നല്ല നല്ല ചിരിച്ചിട്ടിരിക്കണേ. ഫസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങോട്ട് എടുക്ക് വേഗം. തുടങ്ങിയതേ ഉള്ളൂ. ലുക്ക് അങ്ങോട്ട് കൊടുത്തിട്ട് നല്ലതാണ് ഇരുന്നേ. അയ്യോ നല്ല ചിരിയാ കേട്ടോ. അയ്യോ നല്ല രസമാണ്. മതി, എന്റെ എടുക്ക് വല്ല പെണ്ണുങ്ങളുടെ എടുക്കാതെ. പിന്നെ എന്തോ മോഡലാ, എന്റെ അങ്ങോട്ട് എടുക്ക്. ആ പെണ്ണിനേക്കാളും കൊള്ളാം എന്നെ. എന്റെ ചിരി നോക്ക്. നല്ല കമ്പി ഇടണം കേട്ടോ. അങ്ങോട്ട് നോക്കിയിടന്നിരിക്കാം. കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞില്ല കേട്ടോ. അയ്യോ നല്ല ചിരിയായത്. ഈ ക്യാമറ നോക്കി നല്ല ചിരിച്ചേ. നല്ല കൊള്ളാം. ഹായ്, ശരിക്കും എടുത്തോ? കൊള്ളാം അയച്ചെന്നെ. ഓ അടിപൊളിയായിട്ടുണ്ടാണ്. എന്തു നിങ്ങൾ സംസാരിച്ചോ? ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ. പടം നോക്കടി.
പിന്നെ പണ്ട് ഇയാൾ എന്നെ പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കുമായിരുന്നു. ഞാനായിരുന്നു പണ്ട് ഇയാളുടെ മോഡൽ. ഇപ്പം കുറച്ച് മുടി കളർ ചെയ്തവളുമാർ വന്നപ്പോൾ അവളുമാരാ മോഡൽ. അവളെ കണ്ടേച്ചാലും മതി. അവളെ എന്തോത്തിനും കൊള്ളാം. നല്ലതാ. ഫസ്റ്റാ അവള് കൊള്ളാമോ? സുന്ദരിയല്ലേ? ഞാനാ സുന്ദരി, അവള് കൊള്ളത്തില്ല. വേണ്ട, എനിക്ക് ഫോണുണ്ട്, ഞാൻ എന്റെ ഫോണിൽ എടുത്തോളാം. എനിക്ക് ഒരുത്തിന് ഫോട്ടോ എടുത്ത് തരണ്ട. ഇയാളുടെ ഫോട്ടോ പണ്ട് ഇയാൾക്ക് ഭയങ്കര ഇതായിരുന്നല്ലോ. കവി അവിടോട്ട് നിൽക്ക്. എനിക്കൊന്നും വേണ്ട, എന്റെ ഫോട്ടോ എടുക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും എന്റെ ഫോൺ ചാരി വെച്ച് ഞാൻ പോയി ഫോട്ടോ എടുത്തോളാം. ഇയാളുടെ പാട്ടിന് പോകും. എനിക്കറിയാൻ വേണ്ട, ഞാൻ വല്ല വാഴയിലോ തെങ്ങിലോ ചാരിക്കോളാം. അഭിനയ അവസരം കിട്ടിയ കൊണ്ടല്ലോ. സൂപ്പർ. നമ്മളിപ്പം നിങ്ങളുടെ വേറൊരു വീഡിയോ ഉണ്ടല്ലോ ഇപ്പം, എനിക്ക് തോന്നുന്നു കാവ്യ ചെയ്യുന്ന വീഡിയോസ് ഭയങ്കര ഗേൾസിന് റിലേറ്റബിൾ ആ. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തേപ്പ് കിട്ടിയതോ അല്ലെങ്കിൽ കാമുകന്മാരൊക്കെ ഉള്ള ഗേൾസിന് ഭയങ്കര റിലേറ്റബിൾ ആ. അതിലൊരു വീഡിയോ ആണ് മറ്റേ കാമുകന്റെ ഫോട്ടോക്ക് വേറെ പെണ്ണുങ്ങളുടെ കമന്റ് വന്നാലും അയാൾ അത് ഫോളോ ചെയ്താലും അപ്പൊ നോർമലി ഞാൻ നോക്കാറില്ല. ബട്ട് എനിക്കതൊരു പ്രശ്നമില്ല. അപ്പൊ ആ ഒരു സാധനം ചെയ്തില്ലേ, അതും എനിക്ക് തോന്നുന്നു അതും ഒരു റിയൽ ലൈഫിന് ഇൻസ്പയർ ചെയ്തായിരിക്കില്ലേ? പണ്ട് ഏറെക്കുറെ ആ ഒരു സാധനം റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പുതിയൊരു ഞാൻ കമന്റ് ഇട്ടു എന്റെ പേര്. ഓഹോ, പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലേ. ഇതേതാ പുതിയൊരു പെണ്ണ്? മസ്താനി. ഇവളാ മറ്റവളല്ലേ, ആ വെറൈറ്റി മീഡിയയിലുള്ളവള്. ടിക്കൊക്കെ ഉണ്ട്. ഇവള് വലിയ പുള്ളിയാണ്. എൻ്റെ ദൈവമേ, അവള് തീപ്പൊരി ഇട്ടേക്കുന്ന ചേട്ടയുടെ ഫോട്ടോയ്ക്ക്. ഇവക്കൊക്കെ എന്തോത്തിൻ്റെ സൂക്കേടാ, കാണാൻ കുളമില്ല. അവളുടെ ജാടയും മേലും കണ്ട അവളെൻ്റെ കൈ കിട്ടിയായിരുന്നു പിടിച്ചൊരു ഒരേ അങ്ങ് വെച്ച് കൊടുത്തേനെ. എൻ്റെ ചേട്ടയുടെ ഫോട്ടോ വന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇപ്പം ഞാൻ റിപ്ലൈ കൊടുക്കാം, ആരാടി നീന്ന്. നോക്കരു, അവൻ അതെല്ലാം ലൈക്ക് ചെയ്തിട്ടുണ്ട്. അവളുടെ ഫോട്ടോയ്ക്ക് എല്ലാം ലൈക്കും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവനെ ഉണ്ടല്ലോ, ഇപ്പം വിളിച്ചിട്ടേ ഉള്ളൂ. ഹലോ, ഇയാളെവിടാ? ആരാ മസ്താനി എന്ന് പറഞ്ഞവള്? ആ ടിക്കൊക്കെ ഉണ്ടല്ലോ. അവളെ അൺഫോളോ ചെയ്യും. എനിക്ക് അവളെ ഇഷ്ടമല്ല. അവളുടെ ഇൻ്റർവ്യൂ ഒന്നും കൊള്ളത്തില്ല. അവളെ കണ്ടേച്ചാലും മതി. മര്യാദയ്ക്ക് ബ്ലോക്ക് ആക്കിക്കോ, ഇല്ല ഞാൻ ഇപ്പം അവളെ ചീത്ത വിളിക്കും. എന്നെ അറിയാലോ. ശരി. സത്യം പറ, എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പറ. ഇപ്പൊ അങ്ങനെ നോക്കാറില്ല, പണ്ട് നോക്കുമായിരുന്നു. ആര് ഫോളോ ചെയ്താലും എന്നിട്ട് അവർക്ക് ചീത്ത വിളിക്കും. അവരെ ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. അൺഫോളോ ചെയ്തില്ലെങ്കിൽ മറന്നുപോയി. നമ്മൾ പ്രേമിക്കുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര സമയം ഉണ്ടാവും നമ്മളെ കേൾക്കാൻ. നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വിഷമം. പക്ഷെ സീരിയസ് ആയി കഴിയുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കും. അല്ലെങ്കിൽ അവർക്ക് ഒട്ടും സമയം ഉണ്ടാവില്ല കേൾക്കാൻ. ഈ വോയിസ് മെസ്സേജ് ഒന്നും അവർ പ്ലേ ആക്കുക പോലും ചെയ്യില്ല. ഇല്ലില്ല, ഞാൻ കുറെ അയച്ചിരുമ്പോ ചേട്ടായി ഒരു മെസ്സേജ് അത് അവിടെ കിടക്കത്തേ ഉള്ളൂ, ഞാൻ നോക്കത്തില്ല. അത് പറഞ്ഞു കഴിഞ്ഞാല് കഥ നമ്മൾ കേട്ടതിന്റെ തല വരിക്കുന്ന സാധനങ്ങളായിരിക്കും. അപ്പൊ ഞാൻ പറയും അതവിടെ കിടക്കും, ഞാൻ കേൾക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അത് കേട്ടുകഴിഞ്ഞാൽ നമ്മളല്ലേ തെറ്റും. ജീവിക്കണ്ടെന്ന് തോന്നല്ലേ. അതേപോലെയാണ് കട്ടിലിൽ കിടന്നിട്ട് ബസ്സിലൊരു സംഭവം പറയുന്ന ഒരു വീഡിയോ ചെയ്തില്ലേ, അതിലിങ്ങനെ ഉറങ്ങി പോകുന്നുണ്ട് ആള്. വേഗം ഉറങ്ങും. ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഉറങ്ങും. ഞാനാണേ ഒരു അരമണിക്കൂറെങ്കിലും എടുക്കുക ഉറക്കം ഒന്ന് വരാൻ. ചേട്ടായി ഉറങ്ങിക്കഴിഞ്ഞാൽ നോക്കും പിന്നെ മനസ്സിലാവും ഉറങ്ങും. അന്നേരം ആദ്യം പേടിയായിരുന്നു ഈ സൗണ്ട് കേൾക്കുമ്പോൾ. കൂർക്കം വലി ഞാൻ ആദ്യമായിട്ട് കൂർക്കം വലിക്കുന്ന ആളുടെ കേൾക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയും കൂർക്കം വലിക്കും. ആദ്യമൊക്കെ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ രാത്രി ദൈവം വല്ല അസുഖമാണോ എന്നിട്ട് ഇങ്ങനെ ചേട്ടായി ചേട്ടായി ചിലപ്പോൾ വേറെ സൗണ്ടിലായിരിക്കും. അപ്പൊ ഞാൻ ദൈവം ഇതെന്താ അത് സെറ്റ് ആവാൻ 1 മാസം എടുത്ത. ഉറങ്ങുന്ന സമയത്ത് ചിരിയോ അങ്ങ് ചിരിയാ. അപ്പൊ ഞാൻ ആരോടാ ചിരിക്കുന്നതെന്ന് പിടിച്ചിട്ടേ ഉള്ളു. അപ്പൊ എന്നിട്ട് ഒരു ദിവസം ലക്ഷ്മി, അപ്പൊ ആരാ ലക്ഷ്മി? അപ്പൊ എന്തോ വർക്കിന്റെ മറ്റേ ലക്ഷ്മി ചേച്ചി. അപ്പൊ പറഞ്ഞു എടി ആ വർക്കിന്റെ എന്തോ ഓർത്തിട്ട് കിടന്നയാ. അഡ്വക്കേറ്റാ. അപ്പൊ എന്നിട്ട് ലക്ഷ്മി. അപ്പൊ ഞാൻ രാത്രി ലക്ഷ്മിയോ? അപ്പൊ ഞാൻ ബാക്കി പോരട്ടെ. ഓക്കെ, അപ്പൊ ആ ഒരു സാധനം ഒന്ന് റീക്രിയേറ്റ് ചെയ്താലോ? ചേട്ടായി, ഇന്നാണെങ്കിൽ ഞാൻ ബസ്സിന് അങ്ങോട്ട് പോവായിരുന്നു കേട്ടോ. ഒരു പെണ്ണും ചെറുക്കനും മുന്നേ ഇങ്ങനെ ഇരിക്കുക. അവന്മാരെ കണ്ടാലേറിയ എന്തോ ഉടായിപ്പ ടീംസാ. ലൈനാന്നാ തോന്നുന്നേ കേട്ടോ. അതേ
ഉറങ്ങാതെ ഉറങ്ങുമല്ല, പറഞ്ഞു. എന്തുവാ ചേട്ടാ ഈ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പം ഉറങ്ങുമല്ല, പറഞ്ഞു. അല്ല, പറ. ഭയങ്കര വിരിപ്പങ്ങ് കാണിക്കുമായിരുന്നു. ഇങ്ങനെ തൊടുന്നു, ഞോണ്ടുന്നു, മാന്തുന്നു, പിച്ചുന്നു, എന്നിട്ട് ഇടയ്ക്ക് തന്നെ ഇങ്ങനെ ആക്കുന്നു. അതൊക്കെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ. കേട്ടോ ചേട്ടാ? എന്തുവാ ചേട്ടാ ഐസ്ക്രീമും ഗീസ്ക്രീമും ഒന്നും അല്ല, ഒരു പെണ്ണും ചെറുക്കനോട് എനിക്ക് ദേഷ്യം വരുന്നു. ലാസ്റ്റാ കേട്ടോണേ, എനിക്കങ്ങ് ദേഷ്യം വരും. ഇങ്ങനെ അങ്ങ് വിരിപ്പ് കാണിക്കുന്ന പിള്ളേരുണ്ട്, എനിക്കങ്ങ് പെരുപ്പ് വരും. രണ്ടിനെ അങ്ങ് അടിക്കാൻ തോന്നും, അങ്ങ് പിടിച്ച് കേട്ടോ. എന്നിട്ടാണ് ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കുക അവിടെ നിന്ന് ഇങ്ങനെ. അന്നേരം ചേട്ടാ എന്തുവാ ചേട്ടാ ഈ കാണിക്കുന്നത്? തേങ്ങ എനിക്ക് ദേഷ്യം വരുമോ? ഇനി ഞാൻ പറയത്തില്ല. ഞാൻ എന്തോരം ഇയാൾ പോ. ഇപ്പൊ ഇങ്ങനെയാണല്ലോ അവസ്ഥ, പാവം.